എല്ലാവർക്കും നമസ്കാരം. നാം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 2ാം ക്ലാസ്സിൽ ഇന്ന് നടന്ന ഉദ്ഗ്രഥനം പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പ്രവർത്തനം 1, മിട്ടുവിൻ്റെ യാത്ര. ഇവിടെ ഒരു കഥ തന്നിട്ടുണ്ട്. കഥയുമായി ബന്ധപ്പെട്ട 5 ചോദ്യങ്ങളും തന്നിട്ടുണ്ട്. നമുക്കാദ്യം കഥ വായിക്കാം. മഴ തോർന്നു, മാനത്ത് മഴവില്ല് തെളിഞ്ഞു. മഴവില്ലിൻ്റെ ഒരറ്റം അടുത്തുള്ള വലിയ മാവിൻ്റെ മുകളിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. മഴവില്ലിൻ്റെ മറ്റേ അറ്റത്ത് എന്തായിരിക്കും? മിട്ടുപൂച്ച ആലോചിച്ചു. മഴവില്ലിൻ്റെ അറ്റം തേടി അവൻ ഓട്ടം തുടങ്ങി. പച്ച പുൽമേടും കടന്ന് അവൻ കുഞ്ഞരുവിയുടെ കരയിൽ എത്തി. അവിടെ ഒരു തവളയെ കണ്ടു. തവളച്ചാരെ, മഴവില്ലിൻ്റെ അറ്റത്ത് എന്താണുള്ളത്? നിറയെ മുത്തുകളാണത്രേ, തവള പറഞ്ഞു. മറുപടിയിൽ തൃപ്തിയാകാതെ മിട്ടു വീണ്ടും ഓടി. മഞ്ഞപ്പൂക്കളുള്ള പാടവും ചെന്തെങ്ങിൻ തോപ്പും കടന്ന്. 1ാമത്തെ ചോദ്യം, ആകാശത്ത് മഴവില്ല് തെളിഞ്ഞത് എപ്പോൾ? എപ്പോഴാണ്? മഴ തോർന്നപ്പോൾ. 2ാമത്തെ ക്വസ്റ്റ്യൻ, മിട്ടുപൂച്ച ആലോചിച്ചത് എന്താണ്? മഴവില്ലിൻ്റെ മറ്റേ അറ്റത്ത് എന്തായിരിക്കുമെന്ന്. അല്ലേ, എന്തായിരിക്കും? മഴവില്ലിൻ്റെ മറ്റേ അറ്റത്ത് എന്തായിരിക്കും? 3ാമത്തെ ചോദ്യം നോക്കൂ. ആകാശം എന്നതിന് പകരമായി ഉപയോഗിച്ചിരിക്കുന്ന പദം ഏതാണ്? മാനം. 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. മിട്ടുവിൻ്റെ ചോദ്യത്തിന് തവള നൽകിയ മറുപടി എന്ത്? നിറയെ മുത്തുകളാണത്രേ. 5ാമത്തെ ചോദ്യം നോക്കൂ. ചിത്രത്തിൽ കാണുന്ന ആശയം വരുന്ന വാക്യം കഥയിൽ നിന്ന് കണ്ടെത്തി എഴുതുക. എന്താണ്? മഴവില്ലിൻ്റെ ഒരറ്റം അടുത്തുള്ള വലിയ മാവിൻ്റെ മുകളിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. പ്രവർത്തനം 2, വാഹനങ്ങൾ. തിരിച്ചു വരുന്ന വഴിയിൽ മിട്ടു കണ്ട വാഹനങ്ങൾ നോക്കൂ. 2 വാഹനങ്ങൾ കണ്ടു അല്ലേ? ഏതൊക്കെ വാഹനങ്ങളാണ്? മണ്ണുമാന്തി യന്ത്രം, പിന്നെ ആംബുലൻസ്. ഇവിടെയുള്ള ചോദ്യം നോക്കൂ. ചിത്രത്തിലുള്ള വാഹനങ്ങളുടെ പേരും ഉപയോഗങ്ങളും എഴുതുക. മണ്ണുമാന്തി യന്ത്രം. ഉപയോഗങ്ങൾ: കെട്ടിട നിർമ്മാണത്തിലും റോഡ് നിർമ്മാണത്തിലും ഉപയോഗിക്കുന്നു. 2ാമത്തെ ഉപയോഗം എന്താ? ജലാശയങ്ങൾ വൃത്തിയാക്കുന്നതിന് ഉപയോഗിക്കുന്നു. അടുത്ത വാഹനം ഏതായിരുന്നു? ആംബുലൻസ്. അപ്പോൾ ഉപയോഗം, 1ാമത്തെ ഉപയോഗം എന്താ? അപകടത്തിൽപ്പെട്ടവരെയോ രോഗികളെയോ അടിയന്തര ചികിത്സ വേണ്ടവരെയോ ആശുപത്രികളിൽ എത്തിക്കാൻ ആംബുലൻസ് ഉപയോഗിക്കുന്നു. 2ാമത്തെ ഉപയോഗം എന്താ? രോഗികളെ കിടത്തിക്കൊണ്ടുപോകാൻ ആംബുലൻസ് ഉപയോഗിക്കുന്നു. പ്രവർത്തനം 3, പട്ടിക പൂർത്തിയാക്കാം. പുതുവത്സര ദിനത്തിലാണ് റയാൻ്റെ പിറന്നാൾ. പുതുവത്സര ദിനം എന്നാണ്? അവിടെ എഴുതണം ജനുവരി 1. ഇതുപോലെ പ്രാധാന്യമുള്ള മറ്റു ദിനങ്ങൾ ചേർത്ത് പട്ടിക പൂർത്തിയാക്കുക. പട്ടികയിൽ ആദ്യം വരുന്നത് തീയതി, പിന്നെ പ്രാധാന്യം. അപ്പോൾ ആദ്യത്തെ നിരയിൽ എന്താണ്? ജനുവരി 26. അതിൻ്റെ പ്രാധാന്യം എന്താ? റിപ്പബ്ലിക് ദിനം. അതവിടെ എഴുതണം. അടുത്ത് സ്വാതന്ത്ര്യ ദിനം തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തീയതിയാണ് എഴുതേണ്ടത്. തീയതി ഏതാ? ആഗസ്റ്റ് 15. ഒക്ടോബർ 2 തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം നാം എഴുതണം. എന്താണ് ഒക്ടോബർ 2ൻ്റെ പ്രാധാന്യം? ഗാന്ധി ജയന്തി. അടുത്ത് ശിശുദിനം തന്നിട്ടുണ്ട്. അപ്പോൾ ഏത് തീയതിയിലായിരിക്കും ശിശുദിനം? നവംബർ 14. പ്രവർത്തനം 4, ശുചിയാക്കാം. മാലിന്യങ്ങളെ ഉചിതമായ പെട്ടിയിലേക്ക് വരച്ചു ചേർക്കുക. നോക്കൂ, ഇവിടെ 2 മാലിന്യ പെട്ടികളുണ്ട്. ഒരു പെട്ടിയിൽ എന്താണ്? അജൈവ മാലിന്യങ്ങളാണ് നിക്ഷേപിക്കേണ്ടത്. അജൈവ മാലിന്യങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ്? മണ്ണിൽ നശിച്ച് പോകാത്ത മാലിന്യങ്ങൾ. ജൈവ മാലിന്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? മണ്ണിൽ നശിച്ച് മണ്ണോട് ചേർന്ന് പോകുന്ന മാലിന്യങ്ങൾ അല്ലേ? അതായത് മണ്ണിന് ദോഷമില്ലാത്ത മാലിന്യങ്ങൾ. ജൈവ മാലിന്യത്തിൽ ഒരെണ്ണം തന്നിട്ടുണ്ട്. ഏതാ? മുട്ടത്തോട്. ബാക്കി നാം കണ്ടെത്തി വരയ്ക്കണം. അടുത്ത ഏതാ ജൈവ മാലിന്യത്തിൽ വരിക? ഇല വരും. അപ്പോൾ അത് വരച്ച് യോജിപ്പിക്കുക. പിന്നെ പഴത്തോല് വരും. അതും വരച്ച് യോജിപ്പിക്കുക. പിന്നെ പേപ്പർ വരും. അതും ജൈവ മാലിന്യത്തിൽ വരുന്നതാണ്. അടുത്ത് അജൈവ മാലിന്യത്തിൽ വരുന്നത് പ്ലാസ്റ്റിക് ബോട്ടിൽ അല്ലേ? അത് അജൈവ മാലിന്യത്തിൽ വരുന്നതാണ്. അടുത്ത് മിൽക്കിൻ്റെ കവറ്, അതും അജൈവ മാലിന്യമാണ്. അടുത്ത് പിന്നെ പേന, അതും അജൈവ മാലിന്യമാണ്. അടുത്ത ചോദ്യം നോക്കൂ. സ്കൂളിൽ സ്ഥാപിക്കുന്നതിനായി ഒരു ശുചിത്വ ബോർഡ് തയ്യാറാക്കുക. സ്കൂളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. പ്രവർത്തനം 5, കഥ പൂർത്തിയാക്കാം. മിട്ടു റയാൻ വിളിച്ചു. മിട്ടു എവിടെ? എന്നും താൻ വരുന്നത് കാത്തിരിക്കുന്ന മിട്ടുപൂച്ചയെ കാണാനില്ലല്ലോ. അവൻ അടുക്കളയിലും വരാന്തയിലും മുറ്റത്തും മിട്ടുവിനെ തിരഞ്ഞു. അവന് എന്തു പറ്റി? കഥയുടെ ബാക്കി ഭാഗം എഴുതുക. ഈ ചിത്രത്തിൽ നോക്കൂ. റയാൻ വരാന്തയിൽ മിട്ടുപൂച്ചയെ കാത്തിരിക്കുകയാണ് അല്ലേ? നോക്കൂ,
അവിടെ കേക്ക് ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ഒരു ഒരു റിബൺ കിടക്കുകയാണ് അല്ലേ. പിന്നെ കേക്കൊക്കെ അവിടെ തട്ടി തെറിപ്പിച്ച് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ നമ്മുടെ പ്രവർത്തനത്തിൽ ആദ്യം മിട്ടുപൂച്ച മഴവില്ലിൻ്റെ അറ്റം തേടി പോവുകയും ചെയ്തു അല്ലേ. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അത് കഥയായിട്ട് എഴുതുക. അതിനുശേഷം കഥയ്ക്ക് യോജിച്ച പേര് നൽകുക. ഇതോടുകൂടി പ്രവർത്തനങ്ങൾ അവസാനിച്ചു. ഈ പരീക്ഷ എല്ലാവർക്കും എളുപ്പമുണ്ടായിരുന്നോ? പരീക്ഷ എളുപ്പമായിരുന്നവർ ഈ വീഡിയോയ്ക്കൊന്ന് ലൈക്ക് ചെയ്യണേ.